നമസ്കാരം. റിയൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലിമിറ്റ് പോയിന്റ് എന്താണെന്ന് കണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് പോയിന്റ്സുകളാണ് കുറച്ചുകൂടെ പഠിക്കാനുള്ളത്. ആദ്യം ലിമിറ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എല്ലാ നെയ്ബർഹുഡിലും ആ ഒരു സെറ്റും ഒരു പോയിന്റും തന്നിട്ടുണ്ടെങ്കിൽ ആ പോയിന്റിനെ ചുറ്റി വരയ്ക്കുന്ന എല്ലാ നെയ്ബർഹുഡുകളിനകത്തും ഈ പറയുന്ന സെറ്റിലെ ഒരു പോയിന്റ് എങ്കിലും മിനിമം അതർ ദാൻ ദാറ്റ് പോയിന്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മുടെ ലിമിറ്റ് പോയിന്റ് ഡെഫിനേഷൻ അനുസരിച്ച് തന്നെ ഒരു സെറ്റിൻ്റെ ലിമിറ്റ് പോയിന്റ് ആ സെറ്റിനകത്ത് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് വേണമെങ്കിൽ അകത്ത് ഉണ്ടാവാം, അകത്ത് ഇല്ലാണ്ടും ഇരിക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. കൺസിഡർ ദ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 1/n വേർ n എലമെന്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. ക്ലിയർലി 0 ഇസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ. എന്തുകൊണ്ടാണ്? 0 ചുറ്റി വരയ്ക്കുന്ന എല്ലാ നെയ്ബർഹുഡിനകത്തും എയിലെ അറ്റ്ലീസ്റ്റ് 1 പോയിന്റ് ഉണ്ടാവും. പക്ഷേ 0 എയിൽ ഇല്ല. അപ്പോൾ ലിമിറ്റ് പോയിന്റ് സെറ്റിനകത്ത് വരണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അടുത്തൊരു എക്സാമ്പിൾ, സെറ്റ് ഓഫ് ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ക്യൂ സെറ്റ് ഓഫ് ഓൾ റാഷണൽ നമ്പേഴ്സ് ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. എന്തുകൊണ്ടാണ്? ക്യൂവില് റാഷണൽ നമ്പേഴ്സാണ്. നമ്മുടെ റിയൽ നമ്പേഴ്സിന്റെ കളക്ഷനകത്ത് ബോത്ത് ബോത്ത് റാഷണൽ ആൻഡ് ഇറാഷണൽ പോയിന്റ്സ് ഉണ്ട്. അതിൽ റാഷണൽ പോയിന്റ്സിന് ചുറ്റി വരയ്ക്കുന്ന ഏതൊരു ഓപ്പൺ ബോളിനകത്തും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റാഷണൽസ് ഉണ്ടാവും. അതേ കേസ് തന്നെയാണ് ഇറാഷണൽസിനും. ഓരോ ഇറാഷണൽസിനെയും ചുറ്റി വരയ്ക്കുന്ന എല്ലാ ഓപ്പൺ ബോളിനകത്തും ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് റാഷണൽസും ഉണ്ടാവും. അതാണ് റീസൺ. സോ സിൻസ് ഫോർ എനി പോയിന്റ് എക്സ് ഇൻ ആർ എനി എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 there exists a rational number r in q satisfying x less than r less than x plus epsilon. ഏതൊരു റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പേഴ്സിനെ ചുറ്റി വരയ്ക്കുന്ന എല്ലാ ഓപ്പൺ ബോളിനകത്തും ഒരു റാഷണൽ നമ്പേഴ്സ് ഒരെണ്ണമെങ്കിലും മിനിമം ഉണ്ടാവും. ഒരെണ്ണമല്ല, ഇൻഫൈനൈറ്റ് ഉണ്ടാവും. ഹിയർ സെറ്റ് ഓഫ് ഫോർ റാഷണൽസിന്റെ ലിമിറ്റ് പോയിന്റ്സിന്റെ കളക്ഷൻ എടുക്കുമ്പോൾ റാഷണൽസും ഉണ്ടാവും, ഇറാഷണൽസും ഉണ്ടാവും. അപ്പോൾ ലിമിറ്റ് പോയിന്റ്സ് ഒരിക്കലും എപ്പോഴും ആ സെറ്റിൽ തന്നെ ഉണ്ടാവും എന്ന് ശാഠ്യം പിടിക്കേണ്ട. പുറത്തുള്ള ഒരു പോയിന്റിന് വേണമെങ്കിലും ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആവാൻ സാധ്യതയുണ്ട്. അതുപോലെ ലിമിറ്റ് പോയിന്റ്സ് ഓഫ് ഐ ചോദിച്ചാലും ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണ്. അടുത്തൊരു വളരെ പ്രധാനപ്പെട്ട തിയറമാണ്, എ പോയിന്റ് എക്സ് ഈസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ സെറ്റ് എ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എൻ ഫോർ സം സീക്വൻസ് എ എൻ കണ്ടെയ്ൻഡ് ഇൻ എ സാറ്റിസ്ഫൈങ് എ എൻ നോട്ട് ഈക്വൽ ടു എക്സ് ഫോർ ഓൾ എൻ എലമെന്റ് ഓഫ് എൻ. ലിമിറ്റ് പോയിന്റ് ഓഫ് എ സെറ്റും ഒരു സീക്വൻസും തമ്മിലുള്ള കറസ്പോണ്ടിങ് സീക്വൻസ് അല്ല, വേറൊരു സീക്വൻസും ആ സെറ്റിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഒരു സീക്വൻസും തമ്മിലുള്ള ഒരു റിലേഷനെ കുറിച്ച് പറയുന്ന തിയറമാണ്. ഒരു പോയിന്റ് ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആകണമെങ്കിൽ ആ സെറ്റിൽ നിന്ന് ഈ ലിമിറ്റ് പോയിന്റിലേക്ക് അല്ലെങ്കിൽ ഈ ലിമിറ്റ് പോയിന്റിനെ ലിമിറ്റ് ആക്കുന്ന ഒരു സീക്വൻസ് ആ സെറ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തിരിച്ചും ആ സെറ്റിലെ ഒരു സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്താൽ ആ സീക്വൻസ് ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റ് ആ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആയിരിക്കും. അപ്പോൾ അതിന്റെ പ്രൂഫ് നോക്കാം. സപ്പോസ് എക്സ് ഇസ് എ ലിമിറ്റ് പോയിന്റ് ഓഫ് എ, ദെൻ ഫോർ ഈച്ച് എൻ എലമെന്റ് ഓഫ് എൻ we have 1/n greater than 0. നാച്ചുറൽ നമ്പേഴ്സിന്റെ റെസിപ്രോക്കൽസ് പൂജ്യത്തെക്കാൾ പോസിറ്റീവ് നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ഹെൻസ് there exists some point an in x with an element of the 1/nth neighborhood of x and x is not equal to that an. x ലിമിറ്റ് പോയിന്റ് ആവണമെങ്കിൽ എക്സിനെ ചുറ്റി വരയ്ക്കുന്ന വളരെ ചെറിയ ഒരു നൈബർഹുഡ്, അതായത് 1/n റേഡിയസ് ഉള്ള ഒരു നൈബർഹുഡിനകത്ത് എയിലുള്ള കുറേ അധികം പോയിന്റ്സുകൾ ഉണ്ടാവുമല്ലോ. സം പോയിന്റ് അല്ലെ, ഒരു പോയിന്റ് എങ്കിലും മിനിമം ഉണ്ടാവുമെന്നാണ്. ആ പോയിന്റിനെയാണ് an എന്ന് വിളിച്ചേക്കുന്നത്. അപ്പോൾ സീക്വൻസ് an എടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസ് എയിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത ഒരു സീക്വൻസ് ആണ്. anകളൊന്നും എക്സിന് ഈക്വൽ അല്ല.
നമുക്കിനി ക്ലെയിം ചെയ്യാനുള്ളത് ഈ എക്സിലേക്കാണ് ഈ സീക്വൻസ് AN കൺവേർജ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. സോ ഗിവൻ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ബൈ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. ഏതാ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി? ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അതിനേക്കാൾ വലിയ ഒരു റിയൽ നമ്പർ ഉണ്ട് എന്നുള്ളതാണ് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി. ദർ എക്സിസ്റ്റ് എ നാച്ചുറൽ നമ്പർ n such that 1/n less than epsilon. Hence for n greater than or equal to n we have an element of നമ്മുടെ സീക്വൻസിന്റെ കൺസ്ട്രക്ഷൻ അനുസരിച്ച് 1/n നൈബർഹുഡ് ഓഫ് എക്സിനകത്താണ് ഈ പറയുന്ന കൺസ്ട്രക്ട് ചെയ്ത സീക്വൻസിലെ ഓരോ ടേംസും. അതുകൊണ്ട് തന്നെ എക്സും ANഉം തമ്മിലുള്ള അകലം 1/n ചെറുതാണ്. 1/n ചെറുതെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇനിക്വാളിറ്റി n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n എന്നുള്ള ഈ ഇനിക്വാളിറ്റിയുടെ റെസിപ്രോക്കൽ എടുത്താൽ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/N എന്നാവും. അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ബൈ കൺസിഡറിങ് എപ്സിലോൺ വിച്ച് ഈസ് ലെസ് ദാൻ 1/n വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 1/n വി ക്യാൻ പ്രൂവ് ദ റിസൾട്ട്. സോ സീക്വൻസ് AN കൺവേഴ്സ് ടു x. ഇതുപോലെ കോൺവേഴ്സ് പാർട്ട്, നമ്മുടെ കയ്യിൽ ഒരു സീക്വൻസ് ഉണ്ട്, ആ സീക്വൻസിന്റെ ലിമിറ്റ് x ആണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റും x ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ സപ്പോസ് സീക്വൻസ് AN ഇസ് എ സീക്വൻസ് ഓഫ് പോയിന്റ്സ് ഇൻ A with AN not equal to x for all n in n and limit n tends to infinity AN equal to x. Then for all epsilon greater than 0 there exists a natural number n such that for all n greater than or equal to n we have mod AN minus x less than epsilon. That's the definition of the convergence of the sequence to x. In particular ഇവിടെ n-നേക്കാൾ വലിയ എല്ലാ ടേംസും, അതായത് nth ടൈം തൊട്ടാണ് എക്സിലേക്കുള്ള അകലം കുറഞ്ഞു വന്നത്. അപ്പോൾ nth ടേം മുതലുള്ള എല്ലാവരും എപ്സിലോണിനേക്കാൾ താഴെയാണ്. സോ ഇൻ പർട്ടിക്കുലർ AN minus x less than epsilon. Hence AN element of the epsilon neighborhood of x. Hence for all epsilon greater than 0 there exists some point AN in V epsilon x intersection A with AN not equal to x. So x is a limit point of A. അടുത്തൊരു ഡെഫിനിഷൻ ആണ് isolated point. What is isolated point? The points which are not limit points are called isolated points. ലിമിറ്റ് പോയിന്റ് അല്ലാത്ത ഓരോ പോയിന്റുകളെയും നമുക്ക് ഐസൊലേറ്റഡ് പോയിന്റ് എന്ന് വിളിക്കാം. അതായത് സെറ്റ് 1/n-ൽ 0 ആണ് ലിമിറ്റ്, ബാക്കി അതായത് 1, 1/2, 1/3 എക്സെട്ര അവരെ ഓരോരുത്തരെയും നമുക്ക് ഐസൊലേറ്റഡ് പോയിന്റ് എന്ന് വിളിക്കാം. കാരണം അവരാരും ലിമിറ്റ് പോയിന്റ്സ് അല്ല. സോ അടുത്തൊരു ഡെഫിനിഷൻ നമുക്ക് ക്ലോസ്ഡ് സെറ്റ്, നമുക്ക് ഓപ്പൺ സെറ്റിന്റെ കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞു, അതൊരു പ്രൂഫായിട്ട് താഴോട്ട് വരുന്നുണ്ട്. അതുപോലെ എഫ് ക്ലോസ്ഡ് ആണെന്ന് പറയണമെങ്കിൽ എഫിനകത്ത് ആ സെറ്റിലെ എല്ലാ ലിമിറ്റ് പോയിന്റുകളും കണ്ടെയ്ൻഡ് ആയിരിക്കണം. എഫ് ഷുഡ് കണ്ടെയ്ൻസ് ഓൾ ഇറ്റ്സ് ലിമിറ്റ് പോയിന്റ്സ്. അടുത്തൊരു തിയറമാണ് കോഷി സീക്വൻസ് ക്യാരക്ടറൈസേഷൻ ഓഫ് ക്ലോസ്ഡ് സെറ്റ്സ്. A set F subset of R is closed if and only if every Cauchy sequence in F has a limit that is also in F. ഒരു ക്ലോസ്ഡ് സെറ്റിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്യുന്ന എല്ലാ കോഷി സീക്വൻസുകളും കൺവേർജന്റ് ആയിരിക്കും എന്നാണ് കാണിക്കാനുള്ളത്. സോ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണ്. കോഷി സീക്വൻസുകളുടെ ഒരു സെറ്റിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത എല്ലാ കോഷി സീക്വൻസുകളും കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സെറ്റും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പാർട്ട് അസ്യൂം ചെയ്യാം എഫ് ക്ലോസ്ഡ് ആണെന്ന്. നമുക്ക് കോഷി സീക്വൻസ് കൺവേർജ് ചെയ്യുന്നതാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഒരു കോഷി സീക്വൻസും കൂടെ എടുത്തു, സീക്വൻസ് AN. ബൈ കോഷിക്സ് ക്രൈറ്റീരിയ സീക്വൻസ് AN കൺവേർജസ് ടു സം എക്സ് ഇൻ ആർ. കാരണം കോഷി ക്രൈറ്റീരിയ പറയുന്നത് റിയൽ നമ്പർ സിസ്റ്റത്തിനകത്ത് കോഷി സീക്വൻസ് ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് കോഷി സീക്വൻസ് മസ്റ്റ് കൺവേർജ്. സോ സീക്വൻസ് AN കോഷി സീക്വൻസ് ആണ്, അതുകൊണ്ട് തന്നെ സീക്വൻസ് AN converge to some x in R. Then നമുക്ക് AN-ന്റെ ലിമിറ്റ് ആണ് x എങ്കിൽ നമുക്ക് എന്ത് പറയാം, that x is a limit point of f എന്ന് പറയാം. So f is closed. Since f is closed, x element of f. അതിന്റെ കോൺവേഴ്സ് പാർട്ട് എടുക്കുക. കോഷി സീക്വൻസ് ഉണ്ട്, അതിനൊരു ലിമിറ്റ് ഉണ്ട്, അത് എഫിലുള്ള ഒരു ലിമിറ്റ്, that is x. Put it be x. Then by the above theorem there exists some sequence AN in F which converges to x.
However, the convergent അപ്പോൾ ഈ എബോവ് നമുക്കൊരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് എക്സ് എന്ന് അറിയാമെങ്കിൽ ആ സെറ്റിൽ നിന്ന് കൺസ്ട്രക്ട് ചെയ്ത ഒരു സീക്വൻസ് ഈ എക്സിലേക്ക് കൺവേർജ് ചെയ്യും. അപ്പോൾ കൺവേർജന്റ് സീക്വൻസുകളൊക്കെ എന്താണ്? കോഷി സീക്വൻസ് ആയി മാറും. സോ ബൈ ഹൈപ്പോത്തിസിസ് ഇറ്റ്സ് ലിമിറ്റ് ഈസ് എക്സ് വിച്ച് ഈസ് ഓൾസോ ഇൻ എഫ്. Since x was an arbitrary limit point of f, it follows that f contains all its limit points and therefore f is closed. അപ്പോൾ ഈ തിയറമൊക്കെ മാർക്കിനനുസരിച്ച് വേണം നിങ്ങൾ പ്രൂഫ് എഴുതാൻ. ഇതൊരു 4 മാർക്കിനൊക്കെ ചോദിച്ചാൽ നിങ്ങൾ ഈ മുകളിൽ പറഞ്ഞ ഈ തിയറം പ്രൂഫ് കൂടെ ഉൾപ്പെടുത്തുന്നത് നന്നായിരിക്കും. ലെമയായിട്ട് എഴുതി പ്രൂവ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പോൾ മാർക്കിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിൻ്റെയൊക്കെ പ്രൂഫ് എഴുതാൻ. അപ്പോൾ അടുത്തൊരു നോട്ടാണ്. F is closed if and only if every convergent sequence in F has a limit that is also in F. ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ അതിനകത്ത് ലിമിറ്റ് പോയിന്റുകളെല്ലാം സെറ്റിനകത്ത് ഉണ്ടെന്നാണ്. ലിമിറ്റ് പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ ലിമിറ്റ് പോയിന്റുകളിലേക്കൊക്കെ കൺവേർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഇതിനകത്ത് ഉണ്ടാവും എന്നല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ക്ലോസ്ഡ് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കൺവേർജ് ചെയ്യുന്ന സീക്വൻസുകളുടെ ലിമിറ്റ് എല്ലാം എഫിൽ തന്നെ ഉണ്ടാവും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാണത്. അടുത്തൊരു പ്രധാനപ്പെട്ട തിയറം ഡെൻസിറ്റി ഓഫ് ക്യൂ ഇൻ ആർ. നമുക്കറിയാം ക്യൂ എന്ന് പറയുന്നത് വളരെ ഡെൻസ് ആണ്. ഡെൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആറില് റിയൽ ലൈനിൽ എവിടെ നോക്കിയാലും നമുക്ക് റാഷണൽ നമ്പേഴ്സിനെ കാണാം എന്നാണ് ഈ ഡെൻസിറ്റി ഓഫ് ക്യൂ ഇൻ ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ മാത്തമെറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നോക്കാം. ഫോർ എവരി വൈ ഇൻ ആർ there exists a sequence of rational numbers that converge to y. ഏതൊരു റിയൽ നമ്പർ എടുത്താലും ആ റിയൽ നമ്പറിലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു റാഷണൽ സീക്വൻസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് സംശയം വരുന്നത് ഒരു റാഷണൽ നമ്പർ എടുത്താൽ പറ്റുമോ? റൂട്ട് ടൂലേക്ക് കൺവേർജ് ചെയ്യുന്ന ഒരു റിയൽ സീക്വൻസ് നിങ്ങളെടുത്ത് കൺസ്ട്രക്ട് ചെയ്ത റാഷണൽ നമ്പർ ഉള്ള സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞാൽ റൂട്ട് ടൂവിനെ നിങ്ങളുടെ ഡെസിമൽ വെച്ച് അപ്രോക്സിമേറ്റ് ചെയ്ത് ഓരോ ടേമും എഴുതി വന്നാൽ മതി. അതായത് 1.1 then 1.14 അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓൾ ആർ ദി റാഷണൽ നമ്പേഴ്സ്. അതായത് 1.14നെ 114/100 എന്ന് എഴുതാമല്ലോ. all are the real numbers, rational numbers. So every ഏതൊരു ഇറാഷണൽ നമ്പർ എടുത്താലും റാഷണൽ നമ്പർ എടുത്താലും നമുക്ക് ഒരു റാഷണൽ സീക്വൻസ് ഈ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുന്നത് നമുക്ക് കാണാം. സോ അതിന്റെ പ്രൂഫ്, ലെറ്റ് y in R be an arbitrary element in the real number system. Also let epsilon greater than 0. Then the density of Q in R implies there exists R in Q such that y less than R less than y plus epsilon. നമ്മൾ ഇതിനു മുമ്പ് ഇത് പഠിച്ചതാണ്. പിന്നെ ഏതൊരു റാഷണൽ നമ്പർ എടുത്താലും ആ റാഷണൽ നമ്പറിന് അപ്രോം അതായത് ആ ഒരു റിയൽ നമ്പറിന്റെ ഇടയിൽ ആ ഒരു റാഷണൽ നമ്പർ ഉണ്ടാവും. ഈ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വൈയും വൈ പ്ലസ് എപ്സിലോണുമാണ്. അപ്പൊ ഏത് രണ്ട് റിയൽ നമ്പേഴ്സിന്റെ ഇടയിലും ഒരു റാഷണൽ നമ്പർ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഈ പ്രൂഫ് ഇത് മോഡ്യൂൾ 1-ലുള്ളതാണ്. അപ്പോൾ മാർക്കിനനുസരിച്ച് ഈ പ്രൂഫ് ഉൾപ്പെടുത്തണോ വേണ്ടതെന്ന് തീരുമാനിച്ചോളുക. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഹെൻസ് ആർ ഈസ് ആൻ എലമെന്റ് ഓഫ് ദി എപ്സിലോൺ നൈബർഹുഡ് ഓഫ് വൈ. So y is a limit point of Q. Then the above theorem, there exists a sequence in Q which converges to y. അടുത്തൊരു ഡെഫിനിഷൻ ആണ് ക്ലോഷർ ഓഫ് എ സെറ്റ്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഒരു സെറ്റ് എടുത്താൽ ആ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റുകളെല്ലാം ആ സെറ്റിൽ ഉണ്ടാകണം എന്നൊരു നിർബന്ധവുമില്ല. സെറ്റിന്റെ വെളിയിലുള്ള പോയിന്റ്സുകളും നമുക്ക് ആ സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ് ആയിട്ട് വരാറുണ്ട്. നമുക്ക് ഒരു സെറ്റിന്റെ ലിമിറ്റ് പോയിന്റ്സും കൂടെ ചേർത്ത് സെറ്റിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ ആ സെറ്റിനെ വിളിക്കുന്ന പേരാണ് ക്ലോഷർ. സോ ഗിവൺ എ സെറ്റ് എ സബ്സെറ്റ് ഓഫ് ആർ and let L be the set of all limit points of A, then the closure of A is defined to be a closure. A യുടെ മുകളിൽ ഒരു വര. അടുത്തൊരു തിയറം, a set O is open if and only if its complement is closed. Likewise a set F is closed if and only if its complement is open. നമ്മളൊരു ഡെഫിനിഷനായിട്ട് കണ്ടതാണ്, ഡെഫിനിഷനായിട്ട് എഴുതാം. നമ്മുടെ ഒരു നമ്മുടെ ടെക്സ്റ്റിന്റെ ഒരു രീതി അനുസരിച്ച് ഒരു ക്ലോസ്ഡ് സെറ്റിന്റെ ഡെഫിനിഷനായിട്ട് അവിടെ പറഞ്ഞേക്കുന്നത് ആ ക്ലോസ്ഡ് സെറ്റിൽ ലിമിറ്റ് പോയിന്റുകളെല്ലാം ഉണ്ടാകണം എന്നുള്ളതാണ്. ഇതൊരു തിയറമായിട്ട് ചില ടെക്സ്റ്റുകൾ തിരിച്ചാണ് ഒരു ഓപ്പൺ സെറ്റിന്റെ കോംപ്ലിമെന്റിനെ ക്ലോസ്ഡ് സെറ്റായിട്ട് ഡിഫൈൻ ചെയ്യും.
നമുക്ക് എന്തായാലും പ്രൂഫ് ചോദിച്ചാൽ എഴുതാം. Given an open set O, which is a subset of real numbers, we have to prove O complement is the closed set. To prove O complement is closed, we need to show that it contains all of its limit points. If x is a limit point of O complement, അപ്പോൾ x എന്ന് പറയുന്ന ഒരു ആർബിട്രറി ലിമിറ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഈ x ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഏത് ലിമിറ്റ് പോയിന്റ് എടുത്താലും O കോംപ്ലിമെന്റിൽ ഉണ്ടെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ അത് ക്ലോസ്ഡ് എന്ന് പറയുകയും ചെയ്യാം. So every neighborhood of x contains some point of O complement. അതെന്തുകൊണ്ടാ? ലിമിറ്റ് പോയിന്റ് ഡെഫിനിഷൻ. ഏത് ലിമിറ്റ് പോയിന്റ് എടുത്താലും അതിന്റെ ഏത് നൈബർഹുഡ് ഓഫ് ദാറ്റ് ലിമിറ്റ് പോയിന്റ് എടുത്താലും O കോംപ്ലിമെന്റിലെ എലമെന്റുകൾ അതർ ദാൻ എക്സ് അതിനകത്ത് ഉണ്ടാവും. Hence we can conclude that x cannot be in the open set O. അതെന്തുകൊണ്ടാ? ഓപ്പൺ സെറ്റിൽ വരണമെങ്കിൽ അതിന്റെ ഒരു നൈബർഹുഡ് എങ്കിലും ആ ഓപ്പൺ സെറ്റിനകത്തുണ്ടാവണം, അതായത് ഇന്റീരിയർ പോയിന്റ് ആവണ്ടേ. ഇവിടെ എക്സിന്റെ ഏത് നൈബർഹുഡ് എടുത്താലും O കോംപ്ലിമെന്റിന്റെ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടാവും എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സിന് ഓപ്പൺ സെറ്റിന്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അതിന്റെ അർത്ഥം എന്തുവാണ്? ഓയിൽ ഇല്ലാത്ത എലമെന്റുകളൊക്കെ അതിന്റെ കോംപ്ലിമെന്റിലാണ് ഇരിക്കുക. സോ എക്സ് എലമെന്റ് ഓഫ് O കോംപ്ലിമെന്റ്. ഫോർ ദി കോൺവേഴ്സ് സ്റ്റേറ്റ്മെന്റ്, അപ്പൊ അടുത്ത കോൺവേഴ്സ് നോക്കാം. വി അസ്യൂം O കോംപ്ലിമെന്റ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ആർഗ്യൂ ദാറ്റ് O ഈസ് ഓപ്പൺ. ഇനി O കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആണെന്ന് അസ്യൂം ചെയ്യുക, O ഓപ്പൺ ആണെന്ന് പ്രൂവ് ചെയ്യുക. സോ O കോംപ്ലിമെന്റ് പിന്നെ എന്തുവാണ്? ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഗിവൺ എനി neighborhood of x in O, we must produce an epsilon neighborhood which is fully contained in O. Because O complement is closed, x is not a limit point of O complement. x നമ്മൾ ഓയിൽ നിന്നാണ് എടുത്തത് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? O കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ എക്സ് ഓയിൽ നിന്നും കൂടി ആയതുകൊണ്ട് എക്സിന് ഒരിക്കലും ലിമിറ്റ് പോയിന്റ് ഓഫ് O കോംപ്ലിമെന്റ് ആവാൻ സാധിക്കില്ല. By definition of limit point, there must be some neighborhood V complement of x which does not intersect the set O complement. അപ്പോൾ എക്സ് എപ്പോഴാണ് ലിമിറ്റ് പോയിന്റ് ആവുന്നത്? എക്സിന്റെ എല്ലാ നൈബർഹുഡിനകത്തും O കോംപ്ലിമെന്റില് ഒരു എലമെന്റ് എങ്കിലും ഉണ്ടാകുമ്പോഴാണ് അത് ലിമിറ്റ് പോയിന്റ് ആവുക. ഇവിടെ എക്സ് ലിമിറ്റ് പോയിന്റ് അല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ഏതോ ഒരു നൈബർഹുഡെങ്കിലും ഏതോ ഒരു നൈബർഹുഡ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതിൽ നമ്മുടെ ഈ O കോംപ്ലിമെന്റിന്റെ പിന്നെ എലമെന്റുകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് അത് ലിമിറ്റ് പോയിന്റ് അല്ലാതായി മാറിയത്. സോ O കോംപ്ലിമെന്റിലെ എലമെന്റ് ഇല്ലെങ്കിൽ പിന്നെ അത് എവിടെ ഉണ്ടാവും? ഓയിലായിരിക്കും ഉണ്ടാവുക. O കോംപ്ലിമെന്റിലെ ഒറ്റ എലമെന്റും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ദാറ്റ് നൈബർഹുഡ് മസ്റ്റ് കണ്ടെയ്ൻഡ് ഇൻ the contained in O, which implies that x is an interior point of O, therefore O is open. ഇതാണ് ക്ലാസ്. ഇത് നിങ്ങൾക്ക് ശാന്തമായ മനസ്സോടെ ഇരുന്ന് ആലോചിച്ചാൽ തന്നെ കാര്യം പിടികിട്ടും. വളരെ ഈസിയാണ്. ഇനിയുള്ളതെല്ലാം വളരെ ഈസിയാണ്. അതുപോലെ വേഗം എടുത്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.